ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഈ ടൊമാറ്റോ ഞാൻ നട്ടതിൽ നിന്നും കിട്ടിയതാണ്. കൂടുതൽ ടൊമാറ്റോ കിട്ടിയതുകൊണ്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ടൊമാറ്റോ ചെടി വാട്ടരോഗം വന്ന് നശിച്ചുപോയി. ബാക്കി ഉണ്ടായതിൽ നിന്നും കിട്ടിയതാണ്. ആദ്യം ടൊമാറ്റോ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞതിന് ശേഷം ഇതേപോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 2 പീസ് പട്ടയും 4 ഗ്രാമ്പൂവും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിനെ അടച്ചു വയ്ക്കാം. 2-3 വിസിൽ കേട്ടാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതിനെ മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. ഇനി വെള്ളം കൂടുതൽ ഒഴിച്ചാൽ വറ്റിച്ചെടുക്കാൻ പാടായിരിക്കും. ഇനി ഇതിൽ കിടക്കുന്ന പട്ടയും ഗ്രാമ്പൂവും എടുത്ത് കളയാം. കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ അടിച്ചെടുത്ത് പിന്നെ ഇതിനെ അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലൊഴിച്ച് അരിച്ചെടുക്കാം. വലിയ അരിപ്പ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ മാത്രമേ കുറച്ച് പാടുള്ളൂ. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ വാങ്ങുന്ന ടൊമാറ്റോ കെച്ചപ്പിനെക്കാളും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പേ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ അരിച്ചെടുക്കണം. ഇനി ഇതേപോലെ എല്ലാം അരിച്ചെടുക്കാം. ഇനി ഇതിലുള്ളത് കളയാം. ഇപ്പോൾ ഇത് അരിച്ചെടുത്ത് ഇനി ഇതിനെ കുറുക്കിയെടുക്കണം. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലൊഴിച്ച് കുറുക്കിയെടുക്കാം. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി ഇടണം. ഞാൻ ഈ സ്പൂണിൽ 1.25 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. ഇനി പഞ്ചസാര ഇടണം. ഞാൻ ഈ സ്പൂണിൽ 2.5 സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കണം. ഇതേപോലെ കൂടുതൽ ടൊമാറ്റോ ഉള്ളപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലം ഫ്രിഡ്ജിലിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. മധുരം കുറവായതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ടോട്ടൽ 4.5 സ്പൂൺ പഞ്ചസാര ചേർത്തു. നിങ്ങളുണ്ടാക്കുമ്പോൾ ആദ്യമേ 4.5 സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതേപോലെ ഇരുന്നാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇനി തണുത്തതിന് ശേഷം നനവില്ലാത്ത ഗ്ലാസ് ബോട്ടിലിൽ അടച്ചു വയ്ക്കാം.
ഇത് ഉണങ്ങിയ ബോട്ടിലാണ്. ഇനി ഇതിൽ കോരി അടച്ച് വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഇതിൽ കോരി വെച്ചു. ഇത്രയും കിട്ടി. ഇനി ഇതിനെ നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ആവശ്യത്തിന് എടുത്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം. ഇപ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാം. ഇത് നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.